അതോട്ട് യൂണിവേഴ്സിറ്റിയിൽ അടിപൊളിയായി ബഹളം കഴിഞ്ഞ് ഇനി മസ്റ്റായിട്ടൊരു ചായ കുടിക്കണം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് നല്ല എനർജി വേണം എനിക്ക്. പോവാം, ചായ കുടിക്കാൻ പോവാം. നമുക്ക് ഞങ്ങളാ ബൈപ്പാസിലെ വെറൈറ്റി ചായക്കടയ്ക്ക് പോവാം. അവിടെ പോകുന്നത് വെറൈറ്റി തന്നെയാണോ? വെറൈറ്റി ഉണ്ടാവോ? പോയി നോക്കാം. ഈ വലിയിരിക്കട്ടെ, ഞങ്ങൾ പോയിരാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉഷാറായിട്ട് രണ്ട് ചായ എടുത്തോളി. ചായ ഇവിടെ ഊട്ടി ചായ ഉണ്ട് ഇവിടെ. അതാണ് സ്പെഷ്യൽ. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ആയിക്കോട്ടെ, സ്പെഷ്യൽ ഊട്ടി ചായ. ഓക്കെ, കാരണം രണ്ട് ഊട്ടി ചായ ആയിക്കോട്ടെ. കുടിച്ചാട്ടെ, കുടിച്ചിട്ട് വിശാലായിട്ട് തന്നെ പറയാം. എന്തായാലും നിങ്ങളെ വെറൈറ്റി അല്ലേ സാധനം. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. എന്താ ഈ ടേസ്റ്റ് എന്നൊന്ന് കണ്ടുപിടിച്ചാട്ടെ, ഇപ്പം പറയാം. ഏലക്ക ഉണ്ട്. ഓരോ സിപ്പിലും അങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ മധുരം ഇങ്ങനെ കൂടുകയാണല്ലോ ചേട്ടാ. സാധനം കിട്ടില്ല കേട്ടോ ഓരോ ടേസ്റ്റിലും. എന്താണ് ഉപ്പുപ്പ അതിൻ്റെ സീക്രട്ട് എന്ന് പൈസ ചോദിച്ച പോലെ നമ്മൾ ചോദിക്കുന്നില്ല. എന്തായാലും നേരിട്ട് തന്നെ ചോദിച്ചു തന്നെ മനസ്സിലാക്കണം നിങ്ങളോടായി. അപ്പൊ എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? എന്താ ഇതിന് പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. ഇത് നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോൾ 11 മണിക്ക് വെച്ച ചായയാണ്. നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ മസാലകൾ ചേർത്തുകൊണ്ട് ചായ റെഡിയാക്കുന്നത്. അപ്പൊ എന്താ വെച്ചാല് ഒരു ഗ്ലാസ് ചായ നമുക്ക് കിട്ടണമെങ്കിൽ 3 ഗ്ലാസ് പാലെങ്കിലും വേണ്ടി വരും. അത്രയും കുറുക്കിയെടുക്കാം. ആ മസാലകൾ എന്താണെന്ന് പുറത്ത് പറയാൻ സീക്രട്ട് ആണ്. അത്ര സീക്രട്ട് ഒന്നുമില്ല. അത് കറുവാപ്പട്ട, ഏലക്കായ അങ്ങനത്തെ മസാലകളാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഇതിന്റെ പ്രത്യേകത 3 മണിക്കൂറിന്റെ പണിയുണ്ട്. 3 മണിക്കൂർ കുറുക്കിയെടുത്തതിന്റെ ശേഷം നമുക്ക് ചായ 5 മിനിറ്റ് കൊണ്ടുള്ള ഇൻസ്റ്റന്റ് ചായ എന്നല്ല നമ്മൾ ഊട്ടി ചായ. ഒരു 3 മണിക്കൂർ കൊണ്ടുള്ള പ്രിപ്പറേഷൻ ആണ് മോനെ. ഇത് ഞങ്ങൾ രാവിലെ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൊടുക്കുള്ളൂ. രാവിലെ മുതൽ സാധാ ചായ ഉണ്ട്. ഊട്ടി ചായ തേടി എത്തുന്നുണ്ട് ആൾക്കാർ. എന്താണ് ഈ ഒരു പേര് തന്നെ ഒരു വെറൈറ്റി അല്ലേ? എന്താണ് ഊട്ടി എന്നുള്ള ഒരു പേരിന്റെ ഒരു പേര്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സത്യത്തിൽ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേരിട്ടതല്ല. ഞങ്ങൾ ഈ റോഡ് സൈഡിലായിരുന്നു കച്ചവടം. അങ്ങനെ PWD വന്ന് പൊളിച്ച് മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ കടക്കൊരു പേരിട്ടാണ് ഊട്ടി ചായ ആണ്. പിന്നീട് ആൾക്കാർ ഇത് വന്ന് ചോദിക്കൽ തുടങ്ങി. എന്താണ് ചായ മാത്രമല്ല ഇവിടെ കടികളും നിറഞ്ഞു കിടക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ഇവിടുത്തെ? അത് വന്നിട്ട് നമ്മൾ ചായ പോലെ തന്നെ കടികളും നമ്മളായിട്ട് ചെയ്ത ഒരുപാട് കടികളുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ പത്തൽ, ബീഫ് പത്തൽ, അതേമാതിരി എഗ്ഗ് പത്തൽ, ഏലാഞ്ചി, ഇങ്ങനെ അത് കൂടാതെ നമ്മൾ ഈ പഴയ കാലത്തെ ആളുകൾ മറന്നുപോയ പലഹാരങ്ങളുണ്ട്. ഉണ്ടംപൊരി, കിളിക്കൂട്, ഏലാഞ്ചി, അതേപോലെ തേങ്ങാമുറി, പിന്നെ ഒരുപാട് 10-60 ഐറ്റം പലഹാരങ്ങളുണ്ടാവും. ഇതാണ് മക്കളെ മലപ്പുറത്തിൻ്റെ ഒരു മൊഹബത്ത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടാൽ പിന്നെ ആർക്കൊക്കെ ഒന്ന് കണ്ണെടുക്കാൻ പറ്റുമോ? ഊട്ടീൻ്റെ മൊഞ്ച് കൂട്ടുന്ന ഐറ്റംസ് ആണ്. പഴം പൊരിച്ചത് വേണ്ടവർക്ക് പഴംപൊരി ഉണ്ട്. ഇനി നിറച്ചത് വേണ്ടവർക്ക് നമ്മളെ ഉന്നക്കായും ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാത്തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമ്മളതിൽ. നമ്മളെ സ്വന്തം കിളിക്കൂട്. ഷേപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ. ഇതിപ്പം കേരളത്തിൽ എല്ലാവർക്കും ഫെമിലിയറായ ഐറ്റമാണ്. എന്നാലും വൈകുന്നേരം ഊട്ടിച്ചായൻ്റെ കൂടെ കിളിക്കൂടും കൂടെ എത്തുമ്പോൾ ഒരു ലെവല് വേറെയാണ്. ആഹാ, കിളിക്കൂടിൻ്റെ ഉള്ളിലെ മുട്ട ആരും കാണാതെ കൊണ്ട. അതെ, ഞങ്ങളിപ്പോൾ ഒരു 4 ചായ ആദ്യം ഓർഡർ ചെയ്തു. അത് വെറൈറ്റി ആണെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി കുടിച്ചു. അതിന് ടേസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി ഓർഡർ ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ പലഹാരങ്ങളും പത്തിരികളായാലും അതേപോലെ എണ്ണക്കടികൾ വളരെ ഉഷാറാണ്. നെയ്പത്തിരി, ബീഫ് പത്തിരി, അതേപോലെ എഗ്ഗ് വെറൈറ്റിയാണ്, ഒരു വെറൈറ്റിയാണ്.
എന്താണെങ്കിലും ഇവൻ ആളൊരു ചൂടനാണ്. ഊട്ടി പോയ പോലെ തന്നെ ഒരു ഉന്മേഷവും ഉണ്ട്. ഊട്ടി ചായയ്ക്കും ക്യാമറാമാൻ ജോം ടി കെക്കും ഒപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.